നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് രാജ്യം കടക്കുകയാണ്. ഓരോ മുന്നണികളും അവരവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. എന്നാൽ രാജസ്ഥാനിൽ നിന്നും വളരെ വിചിത്രമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതേ എന്ന അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. രാജസ്ഥാനിൽ ഗോത്രവർഗ്ഗക്കാർ കൂടുതലുള്ള ബൻസ്വാര ദുംഗർപൂർ ലോക്സഭാ മണ്ഡലത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്നാണ് കോൺഗ്രസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ചർച്ചകൾക്കൊടുവിലാണ് അവിടെ കോൺഗ്രസ് പാർട്ടി ഭാരത് ആദിവാസി പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം ഇരു പാർട്ടികളും അവരുടെ സംയുക്ത സ്ഥാനാർത്ഥിയായി രാജ്കുമാർ റോട്ടിനെ രംഗത്തിറക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ സഖ്യപ്രഖ്യാപനത്തിന് മുൻപ് തീരുമാനിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അരവിന്ദ് ദാമോദർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തം പാർട്ടിക്കെതിരെ പ്രചരണം നടത്തേണ്ട ഒരു ഗതികേടുണ്ടായിരിക്കുന്നത്. BJPയും കോൺഗ്രസ് BAP സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മത്സരം പ്രതീക്ഷിച്ച ഇടത്താണ് ഇപ്പോൾ ത്രികോണ മത്സരം രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അരവിന്ദ് ദാമോദർ തന്നെയാണ് താരമായിരിക്കുന്നത്. കാരണം ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാതെ സ്വന്തം പാർട്ടിയെ തന്നെയാണ് അദ്ദേഹം പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. പ്രചരണ രംഗത്തുൾപ്പെടെ ഇദ്ദേഹം സജീവവുമാണ്. ഇതോടുകൂടി സ്വന്തം അണികളെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അരവിന്ദിന്റെ മത്സരം കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. ഇത് BJP സ്ഥാനാർത്ഥിയായ മഹേന്ദ്രജിത് സിംഗ് മാളവിക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ശക്തമായ ഒരു പോരാട്ടം പ്രതീക്ഷിച്ച BJPക്ക് കോൺഗ്രസ് തന്നെയാണ് ഒരു ലോട്ടറി സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ വോട്ടുകൾ ഭിന്നിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അത്യപൂർവമായ ഒരു പ്രചരണം തന്നെയാണ് രാജസ്ഥാനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഓരോ നേതാക്കളും രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.